നമ്മളിപ്പോൾ ഇവിടെ സഗ്രദ ഫാമിലിയ ബാഴ്സലോണയിലെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്, പള്ളിയാണ് സഗ്രദ ഫാമിലിയ. ഇത് നമ്മൾ ബാഴ്സലോണയുടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു ഐക്കൺ, വൺ ഓഫ് ദ ഐക്കണാണ് സഗ്രദ ഫാമിലി. ഇത് 125-130 വർഷമായിട്ട് ഇതിൻ്റെ വർക്ക് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ എൻജിനീയർ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഗൗദി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ആർക്കിടെക്ട് രൂപീകരിച്ചത്. നമ്മുടെ സ്പെയിനിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് ഗൗദിയുടെ സ്ട്രക്ചറൊക്കെ തന്നെ ബാഴ്സലോണ പല ബിൽഡിങ്ങുകൾ വരും. സോ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് നമ്മൾ സഗ്രദ ഫാമിലിയുടെ അകത്തുള്ള വ്യൂ ആണ്. ഇതിൽ കാണുന്നതുണ്ട് ഒരു പനയുടെ കാട്, പനയുടെ ഓലകൾ പോലെയാണ് മുകളിൽ റൂഫും കാണുന്നതൊക്കെ. പന ഓലകൾ തിങ്ങി നിൽക്കുന്നതിന് അതുപോലെ തൂണ് എല്ലാം പനയുടെ ആ തടി അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പൾമേരസ് എന്ന് നമ്മുടെ സ്പാനിഷിൽ പറയും. ഇവിടെയുള്ള നമ്മുടെ റൈറ്റിങ്സിലൊക്കെ പൾമേരസ്, നമ്മുടെ കേരളത്തിൽ തെങ്ങ് പോലെ തന്നെയാണ് ഈ പൾമേരസ് ഇവിടെ പണ്ട് നിറയെ ഉണ്ടായിരുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഉള്ളിലുള്ള മോഡലെല്ലാം പനോലകൾ കൊണ്ടുള്ളൊരു പന്തൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും ഡയറക്റ്റ് കാണുമ്പോൾ. ഓൾട്ടറിൻ്റെ മുകളിലും അതുപോലെ തന്നെയാണ്. ഒരു സൈഡിലുള്ള ചില്ലുകളൊക്കെ അതിലൊക്കെ ഓരോ വിശുദ്ധരുടെയും പേര്, നമ്മുടെ കൽക്കട്ടയിലെ മദർ തെരേസയുടെ പേരും അവിടെയുണ്ട്. അത് സൂര്യപ്രകാശം മാറുന്നതനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കൂടി വരും. ഇപ്പോൾ കുർബാന ഈ പള്ളിയിൽ ഇമ്പോർട്ടൻ്റ് ദിവസങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. താഴത്താണ് ഇതിൻ്റെ കുർബാന നടക്കുന്നത്. ഇത് നമ്മുടെ അതിൻ്റെ മുകളിൽ ടവറിൽ കയറുവാനായിട്ട് സാധിച്ചു. എല്ലാം ടിക്കറ്റ് വെച്ചുള്ള എൻട്രൻസാണ്. അങ്ങനെ കയറി നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു. പകുതിയോളം നമുക്ക് കയറുവാൻ സാധിക്കും. കയറുന്നത് നമ്മൾ ലിഫ്റ്റിലാണ് മുകളിലേക്ക് വരുന്നത്. താഴത്തേക്ക് നമുക്ക് ലിഫ്റ്റില്ല, സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കണം. നല്ല വർക്ക്, സൂപ്പർ വർക്കാണ്. അങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചു. നമ്മുടെ അതുപോലെ തന്നെ ബാഴ്സലോണയുള്ള അടുത്തുള്ള ബിൽഡിങ്സൊക്കെ നമുക്ക് വളരെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് കാണുന്ന ഫേമസ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്ങും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ വർക്ക് നോക്കി നല്ല രസമുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക് അതിശയകരമായത് നമ്മുടെ ബിയർ കുപ്പികളില്ല, അതുപോലത്തെ കുപ്പികൾ കുറേ ഇതിനിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായുള്ളത് അതല്ല, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നല്ല ഡിസൈനിങ്. ഇതിൻ്റെ സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പല വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സൂപ്പറായിട്ടാണ് ഇവർ തോന്നിടത്തുനിന്ന് വീട് വെച്ചിട്ട് എല്ലാം മുകളിൽ നിന്ന് വ്യൂ കണ്ടാൽ മനസ്സിലാകും. ഓരോ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെതായ അടുക്കും ചിട്ടയോടും കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും ഇമാജിൻ 10-200-300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരത് പ്ലാൻ ചെയ്തിരുന്നുള്ളതാണ്. ആദ്യമൊക്കെ എനിക്ക് വന്നിരിക്കുന്നത് വഴികളാണ്, സ്ട്രീറ്റുകളാണ് ഡിസൈൻ. പിന്നീടാണ് വീടുകൾ വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ അവർ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, കുപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ, കണ്ടോ നമ്മുടെ ബിയർ കുപ്പികളൊക്കെ അങ്ങനെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ റിഫ്ലക്ഷന് വേണ്ടി വല്ലതാവാം. ബട്ട് എനിവേ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല മനോഹരമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ 2021 തോന്നുന്നു, 2021 സ്റ്റാർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കുപ്പികൾ കണ്ടോ. നമ്മുടെ നാട്ടിലെ ആ ബിയർ കുപ്പിയില്ല, ആ കുപ്പികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പർപ്പസ് നമുക്കറിയില്ല. എല്ലാം ഈ മൊസൈക്ക് മീൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള പീസ് വർക്കുകളൊക്കെ ഒത്തിരി ഉണ്ട്. അതുപോലെ നമ്മുടെ ഓരോ സുവിശേഷകന്മാരുടെയും സ്റ്റാച്ചുവും അവരുടെ ഐക്കണും പള്ളിയുടെ അകത്തും ഉണ്ട്. ഇത് പുറത്തുള്ള വ്യൂ ആണ്, പുറത്തുള്ള കാണാം. അതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാർ നല്ല ഭയങ്കര ബിഗ് സൈസാണ്. പക്ഷെ അത് ക്രെയിനൊക്കെ വെച്ച് മുകളിൽ വെച്ചത് ഇപ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട്. ചെറിയൊരു വ്യൂ മാത്രം നമുക്ക് ഇവിടെ പറ്റുള്ളൂ. ഇവിടെ ഭയങ്കര ഒരു സ്പേസ് തന്നെ, അധികം ഒരു 4 പേർക്ക് നിൽക്കാവുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതൊരു സ്റ്റാച്ചു ജസ്റ്റ് പറയുന്ന അടുത്തതാണത്. എനിവേ ഇതുവരെ സഗ്രദ ഫാമിലി 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ടവറിലേക്ക് കയറുവാൻ സാധിച്ചത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂസ് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചത് ഞാൻ. ഇവിടെ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ടിക്കറ്റ് തീർന്നിരിക്കുക, സോൾഡ് ഔട്ടാണ്. അന്ന് ഡയറക്റ്റ് ടിക്കറ്റ് പർച്ചേസ് സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം പലരും വന്നിട്ട് ഒത്തിരി കൂടുതൽ ഏഷ്യൻസ്, ജപ്പാൻ, കൊറിയ അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ട് ഡയറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ടിക്കറ്റ് 2 ആഴ്ചത്തേക്ക് ഇനി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നല്ല സൂപ്പർ വർക്ക്, നേരി കാണേണ്ട ഒരു കാഴ്ച. നിങ്ങൾ ബാഴ്സലോണയിൽ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ വർക്കാണ് ഈ സഗ്രദ ഫാമിലിയുടെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അകത്ത് ഉള്ള വർക്ക്. യേശുവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം അത് വളരെ ഒരു ഫീലിംഗ് ആയിട്ട്, അത് വളരെ ക്ലോസപ്പ് കണ്ട് നല്ല ഒത്തിരി പേര് അവിടെ ഇരുന്ന് സൈലൻ്റ് ഇരുന്ന് ധ്യാനിക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.